ും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞു. ചർച്ചകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്ര നമ്മുടെ വലിയ ഉത്തരവാദിത്തമല്ലേ. ആളുകൾ ഇന്ത്യ കുറഞ്ഞപക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. വിജയബാബു, നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാൾ വേണം, അതുകൊണ്ട് നായകനായിട്ടാണ് തന്നെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫ് ഈ റോളിന് വേണ്ടിയിട്ട്? ഹലോ, കോള് വന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരോണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ അറിയാവുന്നത്. ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പോൾ അന്ന് കാരോണിൽ വെച്ചാണ് ക്യാരക്ടർ പോയത്. അപ്പോൾ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല അത്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയില് എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീനെല്ലാം റിയലാണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പെലിശ്ശേരി ചിത്രത്തിൽ നൻപകൽ നേരത്തെ മയക്കം, അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇതിൽ ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ വരുന്നത്. നിങ്ങളോട് പറഞ്ഞില്ലേ, പുള്ളി എന്നോട് പറയുന്നത്. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മള് ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ ചെറിയ ചെറിയ ഭാവമല്ലേ. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. താങ്ക് യു.